ഹായ്, എന്തൊക്കെയുണ്ട്? ഇന്ന് രാവിലെ വർക്ക്ഷോപ്പിൽ വന്നപ്പോൾ തന്നെ മനസ്സിന് വിഷമമുണ്ടാക്കുന്നൊരു സംഭവമാണ് കണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ മേടിക്കാൻ പോകുന്നവർ അറ്റ്ലീസ്റ്റ് മെയിനായിട്ട് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. ആദ്യം തന്നെ ഈ എഞ്ചിൻ ഓയിൽ ലെവലിലുണ്ടോ, ഓയിലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മുടെ അടുത്ത് വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ ഒരു ഫോളോവറും കൂടെയാണ്. അത്യാവശ്യം സ്ഥിരമായിട്ട് അവരുടെ കമ്പനിയുടെ എല്ലാ വണ്ടികളും തന്നെ ഇവിടെ തന്നെയാണ് സർവീസ് ചെയ്യാറ്. അപ്പോൾ ആളൊരു വണ്ടി എടുത്തു. ആളുടെ അടുത്ത് നിന്ന് വണ്ടി മേടിച്ചിട്ട് അവിടുന്ന് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്കാണ് കൊണ്ടുവരുന്നത്. ആൾ ഒരു ദിവസം പോലും ഈ വണ്ടി യൂസ് ചെയ്തിട്ടില്ല. കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചെറിയൊരു മിസ്സിങ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, ചെറിയ സസ്പെൻഷൻ്റെ സൗണ്ട്, അതൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നേരെ നമ്മുടെ അടുത്തേക്കാണ് വണ്ടി എടുത്തിട്ട് കൊണ്ടുവന്നത്. വണ്ടി എടുത്ത് കൊണ്ടുവന്നു, നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓവർ ഹീറ്റ് ആയിട്ട് ഹെഡ് ഗ്യാസ്കറ്റ് പോയ വണ്ടിയാണ് ഇത്. അതങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ് ഉണ്ട് ഓൾറെഡി. അപ്പം പ്ലഗും കോയിലൊക്കെ ആയിരിക്കും എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നി. കംപ്രഷനൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത് ഹെഡ് ഗ്യാസ്കറ്റ് പോയിട്ടുണ്ട്. അതുമാത്രമല്ല, ഓയിലും ഉണ്ടോ വെള്ളം കൂടെ മിക്സും ആയിട്ടുണ്ട്. നല്ല ചോക്ലേറ്റ് പരുവത്തിലായിട്ടുണ്ട് സംഭവം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആളാ വണ്ടി എടുക്കുന്ന സമയത്ത് ഈ ജസ്റ്റ് ഡിപ്സ്റ്റിക് ഒന്ന് വലിച്ച് നോക്കിയിരുന്നെങ്കിൽ അറിയാമായിരുന്നു ഇത് എൻജിൻ വർക്കാണ്, ഹെഡ് ഗ്യാസ്കറ്റൊക്കെ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാവുമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ വാങ്ങാൻ പോകുന്ന ആൾക്കാർ ആദ്യം തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഡിപ്സ്റ്റിക്കൊക്കെ ഒന്ന് വലിച്ചു നോക്കിയിട്ട് അതിൻ്റെ മാർക്കിങ്ങിൽ ആ ലെവലിൽ തന്നെ ഓയിലുണ്ടോ, അതേപോലെ ഡിപ്സ്റ്റിക്കിൻ്റെ ആ ഹോളിൽ കൂടെ എന്തെങ്കിലും സ്മോക്കോ കാര്യങ്ങളോ പുറത്തേക്ക് വരുന്നുണ്ടോ, ഈ പറഞ്ഞ പോലെ ഓയിലിൽ കൂളൻ്റ് മിക്സ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ഓയിലിൻ്റെ ഫില്ലിംഗ് ക്യാപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് ലൈറ്റൊക്കെ അടിച്ചൊന്ന് നോക്കുക, എന്തെങ്കിലും ഓയിലൊക്കെ കട്ട പിടിച്ചിരിപ്പുണ്ടോ, അതോ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുന്ന വണ്ടിയാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ഒരു ഫില്ലിംഗ് ക്യാപ്പ് തുറന്ന് നോക്കിയാൽ ഒരു പരിധിവരെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ കാണുന്ന റേഡിയേറ്ററിൻ്റെ ക്യാപ്പൊക്കെ ഒന്ന് ജസ്റ്റ് തുറന്ന് നോക്കുക. ചൂടുള്ള സമയത്ത് തുറക്കരുത്, വണ്ടി തണുത്തിരിക്കുന്ന സമയത്ത് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. എന്നിട്ട് നോക്കുക കൂളൻറ്റിന് പകരം വെള്ളമാണോ ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഇതേപോലെ റെസ്റ്റൊക്കെ പിടിച്ച് ചെളി കളറൊക്കെ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. പല മോഡൽ വണ്ടികൾക്കും ഓയിൽ കൂളറും ഗിയർ ഓയിൽ കൂളറും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഈ കൂളൻറ്റിനുള്ളിൽ ഓയിൽ മിക്സ് ആവും. അപ്പം അത് ഈ ചോക്ലേറ്റ് കളറിലാണ് ഉണ്ടാവുക. അങ്ങനെയൊക്കെ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. എഞ്ചിനും ഗിയർ ബോക്സും കംപ്ലയിൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി എന്തൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർ ഒറ്റയ്ക്ക് പോകരുത്. അറ്റ്ലീസ്റ്റ് ഇതിനെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ അറിയുന്ന ആൾക്കാർ ഒരാളെയും കൂടെ കൂട്ടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒറ്റയ്ക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു വെപ്രാളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആലോചിക്കുക, അത് നോക്കിയില്ലല്ലോ, ഇത് നോക്കിയില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ധാരണയുള്ള ഒരാളെയും കൂടെ കൂട്ടിയിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്.